വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ അതല്ല, ഈ വീട്ടിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ പിന്നെ താമസിക്കണം, നീ കുടുംബവും കുട്ടികളും ഒക്കെ കുഞ്ഞുകുട്ടി പരാധീനം ഒക്കെ ഉള്ളതാണെന്ന് നാട്ടുകാർക്ക് തോന്നണം, എങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് ഇവിടെ സ്മൂത്തായിട്ട് കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് അവൾ ഇവിടെ വേണം, അവളെ പോയി തടയുന്നു പറയുകയാണ്. അന്നേരം രോഹിത്തിനാകെ തീരെ താല്പര്യമില്ല. എന്നിട്ടും സുസ്മിത പറയുന്നുണ്ട്, ചെന്ന് അവളെ വിടണ്ട, എന്നിട്ട് അമ്പലത്തിലോ ആശുപത്രിയിലോ എവിടാണെന്ന് വെച്ചാൽ കൊണ്ടുപോ എന്ന് പറയുമ്പോൾ രോഹിത്താണെങ്കിൽ ആ സിഗരറ്റും വലിച്ചുകൊണ്ട് ഇഷ്ടമില്ലാതെ തന്നെ അകത്തേക്ക് പോകുന്നുണ്ട്. സമയത്താണെങ്കിൽ സുസ്മിതയെ ചന്ദ്രബോസ് ഫോൺ വിളിച്ചിട്ട് ശാലിനി കമലിനെ ജാമ്യത്തിൽ ഇറക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ നമുക്കെതിരെ അറിഞ്ഞു തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അറിഞ്ഞു വേണം കളിക്കാനായിട്ട്. ഒരിക്കൽ ചവിട്ടേറ്റ നാഗമാണെങ്കിൽ നരകം കാണിക്കാനായിട്ട് ശ്രമിക്കണം, ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് സുസ്മിത ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് രാത്രിയാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പറക്കി വയ്ക്കുന്നുണ്ട് പൊന്നിയും ശാന്തയും കൂടി. അന്നേരം ഭാമ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. പിള്ളയോട് സാധനം മേടിക്കാൻ വരുമ്പോൾ കുറച്ച് ലിസ്റ്റ് കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ ശാന്ത പറയുന്നുണ്ട്. അതിനുശേഷം അപ്പോഴത്തേക്ക് രാഘവൻ നായർ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഭാമേ, വെറുതെ ഇരുന്നിട്ടേ ആകെ ഒരു മടുപ്പ് എന്ന് പറയുമ്പോൾ ചെയ്യാനല്ലേ, അത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പൊന്നിയോട് പറയുന്നുണ്ട് കുറച്ച് ചിപ്സ് എടുത്ത് പാത്രത്തിലിട്ട് കൊടുക്കാൻ, രാഘവേട്ട അതും കഴിച്ചുകൊണ്ടിരുന്നോളൂ. അന്നേരം രാഘവൻ നായർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ കൊച്ചുകുട്ടിയല്ലേ, ഞാൻ കുറച്ചുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യപ്പെടുന്നുണ്ട്. തുടർന്ന് ഞങ്ങൾ പോട്ടേന്ന് പൊന്നിയും പിന്നെ ശാന്തയൊക്കെ ചോദിക്കുമ്പോൾ പൈസ കൊടുത്തു വിടുന്നുണ്ട്. ഇന്നലത്തെ കൂടി ഉണ്ടെന്ന് പറഞ്ഞ് പൈസയും കൊടുത്ത് അവരിറങ്ങുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, ഇവരുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു മകനുള്ളതാണെങ്കിൽ കേസും കൂട്ടമൊക്കെ കഴിഞ്ഞ് അവനിവിടെ നിൽക്കാനോ സഹായിക്കാനോ ഒന്നും സമയമില്ലല്ലോ എന്നും പറഞ്ഞ് ഭാമ പരാതി പറയുകയാണ്. നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അവനിവിടെ ഉള്ളപ്പോൾ എന്തെങ്കിലും സഹായിക്കാമെന്ന് വെച്ചാൽ നീ സമ്മതിക്കില്ലായിരുന്നല്ലോ, ഇപ്പോൾ പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ തള്ളയുടെ മനോവിഷമം കൊണ്ട് തന്നെയാണ്, അങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞിട്ട് ഭാമ അതിന് സമാധാനം കണ്ടെത്തുന്നുണ്ട്. ഈ സമയത്താണ് സുബൈർക്ക വന്ന് രാഘവൻ സാറേ എന്ന് വെളിയിൽ നിന്ന് വിളിക്കുന്നത്. അന്നേരം ഭാമയും രാഘവൻ നായരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം സുബൈറോ കയറി വാ എന്ന് പറയുമ്പോൾ തിരക്കുകളൊക്കെ കാരണം വരാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കയറി വാ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി വന്നിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരെയും കാണാനാണ് എന്ന് പറഞ്ഞ് സുബൈർക്കായാണെങ്കിൽ ആ ഇരുട്ടിൻ്റെ മറവിലേക്ക് നോക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നടന്നു വരികയാണ്. അന്നേരം എടാ മോനെ വിഷ്ണു, നമ്മുടെ മോൻ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ഇങ്ങനെ നിൽക്കുകയാണ്. വാ മക്കളെ കയറ്, അകത്തേക്ക് കയറ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ്, നിക്ക്, ഒരു കള്ളനെ പോലെ സ്വന്തം വീട്ടിലേക്ക് ഒളിച്ചു വരാനായിട്ട് നിനക്ക് നാണമില്ലേ, എനിക്ക് നിന്നെ കാണണ്ട, ഇറങ്ങിപ്പോ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ആകപ്പാടെ അങ്ങ് സങ്കടം വരികയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, പാമേ മോൻ വിഷ്ണു എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, എൻ്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പിന്നെ നിരപരാധിത്വം തെളിയിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടേക്ക് വരൂ എന്ന് കരുതിയതാണ്, പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നായരുടെ കയ്യിലേക്ക് വിഷ്ണു പിടിക്കുകയാണ്. അന്നേരം രാഘവേട്ടന് എന്ത് പറ്റി, എൻ്റെ നോട്ടത്തിൽ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ അത് അച്ഛന് എന്തോ ഒരു കുഴപ്പമുണ്ട്, അച്ഛൻ എന്തോ ഒരു ഓർമ്മക്കുറവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ശബ്ദമൊക്കെ ഇങ്ങോട്ട് ഇടറുകയാണ്. ഞാൻ അന്ന് രാത്രി അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അച്ഛൻ രാത്രി എങ്ങനെ അവിടെ എത്തി, ഈ ഇറങ്ങി നടക്കുന്നതൊക്കെ പ്രശ്നമാണ്, അപ്പോൾ അച്ഛനോട് എനിക്ക് ചോദിക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് നമുക്കൊരു ഡോക്ടറെ കാണണം എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, എടാ മക്കളെ, ഞാൻ അവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല, ഭാമയെ ഞാൻ എങ്ങനെ അവിടെ എത്തിയും ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമ ദേഷ്യപ്പെടുകയാണ്, ഞാൻ അപ്പോൾ ചോദിച്ചതല്ലേ, പാതിരാത്രി ഇറങ്ങിപ്പോയിട്ട് കുട്ടിയെയും കൊണ്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ പോയി എന്ന്, അപ്പോഴും വ്യക്തമായൊരു മറുപടി നിങ്ങൾ തന്നില്ല എന്നും പറഞ്ഞ് ഭാമ ചൂടാവുകയാണ്. അന്നേരം വിഷ്ണു രാഘവൻ നായരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അച്ഛാ ഇത് കൂടുതൽ കുഴപ്പമുണ്ടാവും, നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ മറന്നു പോവും, അല്ലാതെ പ്രശ്നമൊന്നുമില്ല എന്ന് രാഘവൻ നായർ പറയുമ്പോൾ രാഘവൻ നായരുടെ ആ ഒരു മാനസികാവസ്ഥയും ആ ഒരു ഓർമ്മക്കുറവിനെ ആ ഒരു അസുഖത്തെ പറ്റിയൊക്കെ വിഷ്ണു വല്ലാതെ വേവലാതിപ്പെടുന്നുണ്ട്. അന്നേരം ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് തന്നെയാണ് വിഷ്ണു ഉറപ്പിച്ച് പറയുന്നത്. അന്നേരം ഭാമ പറയുകയാണ്, ഉപദേശത്തിന് നന്ദി, ഇനിയിപ്പോൾ നിന്നെ അന്വേഷിച്ച് ഒരു തവണ പോലീസുകാരിവിടെ വന്നു, ഇനി ഇവിടെ പോലീസുകാരെ വരുത്തിക്കരുത്, ദൈവത്തെ ഓർത്ത് നീ ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ മനസ്സിലായമ്മേ, ഞാൻ ഇറങ്ങിപ്പോണം എന്നല്ലേ, പക്ഷേ ഇനി ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടേക്ക് വരൂ, ആരും എന്നെ ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരുടെ കൈ ഒന്നുകൂടി പിടിച്ചിട്ട് വിഷ്ണു കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് സുബൈർക്ക വാ പോകാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു നടന്നങ്ങ് പോവുകയാണ്. അന്നേരം രാഘവൻ നായർക്ക് ആകപ്പാടെ വിഷമം വരുന്നുണ്ട്, പക്ഷേ സത്യഭാമയ്ക്ക് ഉള്ളിൽ വിഷമമുണ്ട്, പക്ഷേ പുറത്ത് ഇങ്ങനെ പരുക്കമായിട്ട് പെരുമാറുന്നേ ഉള്ളൂ. അന്നേരം ഭാമയെ നമ്മുടെ മോൻ എന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം സുബൈർക്ക പറയുന്നുണ്ട്, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അത് മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് സുബൈർക്കായും പോവുകയാണ്.
അന്നേരം പിന്നെ സത്യഭാമയാണെങ്കിൽ വീണ്ടും പിന്നെ രാഘവൻ നായർ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ പറയുന്നുണ്ട്, ഒരു തവണ പോലീസുകാരോട് അന്ന് അതിൻ്റെ ക്ഷീണം മാറിയില്ല, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം രാഘവൻ നായരാണെങ്കിൽ ആ സ്റ്റിക്ക് അങ്ങനെ കുത്തി അവിടെ ആ പടിയിലേക്ക് അങ്ങ് വിഷമിച്ച് തളർന്നിരിക്കുന്നുണ്ട്. എൻ്റെ മോൻ എന്നും പറഞ്ഞ് അങ്ങ് കരയുകയാണ്. ഇതാണെങ്കിൽ ഭാമ അകത്തേക്ക് പോയിട്ട് ജനൽ കൂടി ഇങ്ങനെ നോക്കി സങ്കടപ്പെടുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ശ്യാമ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഫോൺ വിളിക്കുമ്പോഴേ ശ്യാമ അങ്ങ് കരയുകയാണ്. അന്നേരം മോളെ നീ എന്താ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ സങ്കടങ്ങൾ പറയാനായിട്ട് എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ, ഞാനിവിടെ അത്രയേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു തടവറയിൽ എന്ന പോലെയാണ്. വീട്ടിലെ വളർത്തു നായ്ക്കൾക്ക് പോലും ഇതിൽ കൂടുതൽ നായ്ക്കളോട് പോലും ഇതിനേക്കാൾ സ്നേഹം കാണിക്കുക ഒരു പരിഗണനയുമില്ല. രോഹിത് വേറെ ആരോ ആണ്. പപ്പിമോൾക്കാണെങ്കിൽ ഇപ്പോൾ നല്ല പനിയാണ് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ, മരുന്ന് വാങ്ങിയില്ലേ ചോദിക്കുമ്പോൾ മരുന്നൊക്കെ വാങ്ങിച്ചു, പക്ഷേ അതിനേക്കാൾ അവഗണനയാണ് വെറുപ്പും ഒക്കെയാണ് രോഹിത്തിന് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ രോഹിത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന കറ കഴുകി കളഞ്ഞാൽ മാത്രമേ പഴയ രോഹിത്തിനെ തിരിച്ചു കിട്ടുകയുള്ളൂ, അത് സ്നേഹം കൊണ്ട് വേണം നീ നേടിയെടുക്കാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ ഒരുപാട് സങ്കടപ്പെട്ട് അങ്ങോട്ട് കരയുകയാണ്. അത് കേട്ട് നിൽക്കാനേ ശാലിനിക്ക് കഴിയുന്നുള്ളൂ. എന്നിട്ട് പറയുകയാണ്, പിന്നെ ഒരു മനുഷ്യൻ എത്രത്തോളം താഴാൻ കഴിയുമോ അത്രത്തോളം ഞാൻ താന്നു കഴിഞ്ഞു, പക്ഷേ എല്ലാം സഹിക്കാനും പൊറുക്കാനും ഒക്കെയുള്ള ശക്തിയോടുകൂടി തന്നെയാണ് ഞാൻ വന്നത്, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ശ്യാമ പറയുമ്പോൾ ശാലിനി സമാധാനിപ്പിക്കുന്നുണ്ട്. അവസാനം കരഞ്ഞ് ശ്യാമ ഞാൻ ഫോൺ വെക്കുകയാണ് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ അങ്ങോട്ടത്തേക്ക് വരുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ശ്യാമ ഫോൺ വിളിച്ചിരുന്നു എന്ന്. അന്നേരം എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കരച്ചിലായിരുന്നു എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം അതിപ്പോൾ അവൾ കുറേ നാളായിട്ട് തൊഴിലായിട്ട് എടുത്തിരിക്കുകയായിരുന്നല്ലോ. അന്നേരം അവൾ പറയുന്നത് ശരിയല്ലേ അമ്മേ, അവളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ നീ എന്തറിഞ്ഞിട്ടാണ് മോളെ പറയുന്നത്, പിന്നെ അവൾ അവിടെ നിന്നല്ലേ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതൊക്കെ ധൈര്യത്തോടു കൂടി നേരിട്ടാൽ മാത്രമേ എല്ലാ സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നു, അമ്മയും ഈ അവസ്ഥയിലൂടെയല്ലേ കടന്നു പോയത്, അമ്മ ഞങ്ങൾ 3 പെൺമക്കളെ അതല്ലേ വളർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, പിന്നെ ശാരദ അല്ല ശ്യാമ, ശാരദയ്ക്കാണെങ്കിൽ ഒരു തൊഴിൽ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വരെ എത്തിയത്, നിങ്ങളെല്ലാവരെയും വളർത്തി വലുതാക്കിയത്. പക്ഷേ ശ്യാമയ്ക്ക് എന്തറിയാം, ഒരു തൊഴിൽ പോലും അവൾക്ക് അറിയില്ല, അതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഈ സാഹചര്യങ്ങളോ പൊരുത്തപ്പെട്ട് എന്തിനെ നേരിടാനുള്ള ഒരു മനഃശക്തി നേടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുവരെ അവളുടെ സങ്കടങ്ങൾ നമുക്ക് കണ്ടില്ല എന്നടിക്കുക, അത് അവളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, സ്നേഹം കൂടുതൽ കൊണ്ട് തന്നെയാണ് എന്നിങ്ങനെ ശാരദാമ്മ. പക്ഷേ ശ്യാമയുടെ സങ്കടം കണക്കെടുക്കാതെ ഇത് തരണം ചെയ്ത് ശ്യാമ മുന്നോട്ട് പോയാൽ ശ്യാമയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെ ഉറപ്പിച്ച് തന്നെയാണ് ശാരദാമ്മ സംസാരിക്കുന്നത്. തുടർന്ന് ശാരദാമ്മയും പോകുമ്പോൾ ശാലിനി കരുതുന്നുണ്ട്, അതെ ഇതൊരു പഠനം തന്നെയാണ്, പള്ളിക്കൂടത്തിൽ നിന്നും കിട്ടാത്ത ഒരു പഠനം എന്നിങ്ങനെ പറഞ്ഞ് ശാലിനിയും നിൽക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ പിറ്റേന്ന് രാവിലെ സത്യഭാമയും പിന്നെ ശാന്തയും പൊന്നിയും കൂടി ഓരോ കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം ഈ ഓർഡർ ശാന്തേച്ചി വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ചെറിയ ഇതിൻ്റെയൊക്കെ ഓർഡർ നമുക്ക് കിട്ടി തുടങ്ങിയത്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇനിയും നല്ലതൊക്കെ കിട്ടും എന്നിങ്ങനെ പൊന്നി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇതൊക്കെ ആ നൂറിൻ്റെ സഹായം കൊണ്ടാണ്, അവളുടെ ഏതോ ഒരു കൂട്ടുകാരി വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്കുള്ളതാണ്, വലിയ സഹായമാണ് എന്നിങ്ങനെ പറഞ്ഞ് നൂറിനെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാന്ത പറയുന്നുണ്ട്, എന്നോടിപ്പോൾ പിന്നെ നൂറിനാണെങ്കിൽ ബിരിയാണിയിലൊന്നും വലിയ താല്പര്യമില്ല, സദ്യയൊക്കെയാണ് ഇഷ്ടം, പരിപ്പ് പായസത്തിൻ്റെയും അടപ്പായസത്തിൻ്റെയും ഒക്കെ കൂട്ടൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ട് പോയി പഠിക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ നല്ല സഹായമാണ്, ആദ്യം കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമായതാണ് എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ ജീവിത രീതിയൊക്കെ ഒരു മതത്തിൽ മാത്രം നിൽക്കുന്നതല്ല, എല്ലാവർക്കും വലിയ സഹായിയാണ് എന്നങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ 100 വരുന്നുണ്ട്. അന്നേരം ആരെക്കുറിച്ചാണ് കുറ്റം പറയുന്നത്, കണ്ടിന്യൂ ഞാനും കൂടി കേൾക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം പൊന്നു പറയുന്നുണ്ട്, നമുക്കറിയാവുന്ന ഒരു പെങ്കൊച്ചിനെ കുറിച്ചാണ്, നല്ല സഹായിയാണെന്ന് പറയുകയായിരുന്നു, പിന്നെ അടപ്രഥമൻ്റെയും പരിപ്പ് പായസത്തിൻ്റെയും ഒക്കെ കൂട്ട് ശാന്തേച്ചിയോട് ചോദിച്ചറിഞ്ഞു, അപ്പോൾ ഇനി നമുക്കെതിരെ വല്ല യൂണിറ്റും തുടങ്ങാനാണോ എന്നൊക്കെ ഇങ്ങനെ പൊന്നു പറയുമ്പോൾ അപ്പോൾ ആരോപണം എനിക്കെതിരെയാണല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, മോള് സഹായിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ കിട്ടിയത്, ഞാൻ ആദ്യമേ കണ്ടപ്പോഴേ രാഘവേട്ടനോട് പറയുന്നു എന്നെ പ്രീതിമോളെ പോലെയാണെന്ന്, അപ്പോൾ എനിക്ക് ഇവർക്കൊക്കെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അപ്പോൾ ഇവർ പറയുന്നതെന്ന് മോള് കാര്യമാക്കണ്ട എന്ന് പറയുകയാണ്. തുടർന്ന് 100 പറയുന്നുണ്ട്, നാളെ ഒരു 10 മണിക്ക് വണ്ടിയായിട്ട് വരും, എല്ലാ സാധനങ്ങളും കൊടുത്തേക്കണമെന്ന്. അന്നേരം ശാന്ത എല്ലാം 9 മണിക്ക് മുമ്പ് തന്നെ റെഡിയാക്കുമെന്ന് സത്യഭാമ പറയുന്നുണ്ട്.
ഈ സമയത്താണ് നസീർ ആ വീട്ടിലേക്ക് വരുന്നത്. അന്നേരം കാർ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ തന്നെ നൂർജഹാൻ്റെ സ്കൂട്ടി എവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ആകെ ദേഷ്യം വന്ന വണ്ടിയിലൊരു സീറ്റിലേക്ക് ഒരു അടിയൊക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇടി നൂർജഹാനെ എന്ന് ഇങ്ങനെ മുറ്റത്ത് നിന്ന് വിളിക്കുകയാണ്. അന്നേരം അയ്യോ നസീർക്കാന്ന് ഇങ്ങനെ നൂറകത്ത് നിന്ന് കരുതുന്നുണ്ട്. അന്നേരം ആരെ വിളിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഫാമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നാലെ നൂറും പൊന്നിയും പിന്നെ ശാന്തയും ഒക്കെ വരുന്നുണ്ട്. അന്നേരം ആരാ എന്ത് വേണം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ഇവളോട് പറഞ്ഞോളാം എന്ന് പറയുകയാണ്. എന്നിട്ടാണെങ്കിൽ ഇങ്ങോട്ടിറങ്ങി വാടിയെന്ന് വിളിക്കുകയാണ്. അന്നേരം നൂറാണെങ്കിൽ പേടിച്ച് ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് വാടകയ്ക്ക് കൊടുത്ത വീടല്ലേ, പിന്നെന്തിനാ നീ ഇവിടെ കിടന്ന് കറങ്ങുന്നത്, ചോദിച്ച കേട്ടില്ലേടി എന്നും പറഞ്ഞ് നസീർ ആകെ ദേഷ്യത്തിലാണ്. അന്നേരം പറയുന്നുണ്ട്, പിന്നെ ഞാൻ സത്യാമ്മയെ കാണാൻ വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മയെ കാണാനോ അതോ സത്യാമ്മയുടെ മകൻ വിഷ്ണുവിനെ കാണാനോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം നൂറിങ്ങനെ ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട്. ഫാമയും എല്ലാവരും ഒക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് പിള്ളയും അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഈ പറയുന്ന വിഷ്ണു ആണെങ്കിൽ സ്പിരിറ്റ് കേസിൽ പിന്നെ പോലീസ് അന്വേഷിച്ച് നടക്കുകയാണ്, പ്രതിയാണെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വിഷ്ണുവേട്ടനെ ആരോ മനഃപൂർവ്വം ചതിച്ചതാണ് എന്ന് നൂറ് പെട്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം അവനെ പറഞ്ഞപ്പോൾ നിനക്കങ്ങോട്ട് പെട്ടെന്ന് കയറി പൊള്ളിയില്ലോടി എന്ന് പറയുകയാണ്. അന്നേരം ഇനി ഇവിടേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇറങ്ങി പോകാൻ പറയുകയാണ്. അന്നേരം പിന്നെ നൂറ് ദേഷ്യപ്പെട്ട് തന്നെ നസീറിനോട് പറയുന്നുണ്ട്, ഞാനിവിടെ വരുന്നതിനോട് ബാപ്പച്ചിക്ക് വിരോധമൊന്നുമില്ലല്ലോ, പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ നിന്നെ നിക്കാഹ് ചെയ്യാൻ പോണ ആളാണ് എന്ന് പറയുമ്പോൾ നിക്കാഹ് ചെയ്യാൻ പോണതല്ലേ ഉള്ളൂ, ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അതിന് ശേഷം മതി അധികാരം കാണിക്കലും അവകാശം പറയലും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ പിന്നെ നിക്കാഹ് കഴിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനം എൻ്റെ വാപ്പച്ചി പറയും, അതിനുശേഷം മതി ബാക്കിയുള്ള അധികാരം കാണിക്കൽ എന്നൊക്കെ പറയുമ്പോൾ എടി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നൂറിനെയാണെങ്കിൽ തല്ലാനായിട്ട് നസീർ കൈ ഓങ്ങുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് സത്യഭാമം പിടിച്ചു മാറ്റുകയാണ്. നിൻ്റെ കൈവിരുദ്ധം കാര്യങ്ങളുമൊക്കെ നിൻ്റെ കുടുംബത്ത് മതി, ഇതിവിടെ വേണ്ട, ഇവിടെ ഞാൻ വാടകയ്ക്കെടുത്ത വീടാണ്, ഇവിടെ ആര് വരണം ആര് വരണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ ദേഷ്യപ്പെടുന്നുണ്ട് നസീർ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. ഇവിടെ പിന്നെ നിങ്ങൾക്ക് ഇത് എനിക്ക് കൂടി അവകാശപ്പെട്ട വീടാണ്, ഇവിടെ ആര് താമസിക്കണമെന്ന് ഞാൻ കൂടി തീരുമാനിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ആയുഷ്കാലം മുഴുവൻ താമസിച്ചോളാമെന്ന് ഞാൻ ആർക്കും പിന്നെ വാക്കൊന്നും കൊടുത്തിട്ടില്ല, പോകേണ്ടി വന്നാൽ പോവുക തന്നെ ചെയ്യും, പക്ഷേ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ നിനക്ക് എന്നെ ഇറക്കി വിടാനുള്ള യാതൊരു അവകാശവും ഇല്ല, ഞാൻ വാടകയ്ക്ക് എടുത്തിരുന്ന സുബൈറിൽ നിന്നുമാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നസീർ നോക്കി നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോഴത്തേക്ക് എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സത്യഭാമയ്ക്ക് ഇനി നൂർജഹാനോട് ഇനി എന്തെങ്കിലും താല്പര്യം ഉണ്ടാകുമ്പോൾ ആ ഒരു സീൻ എങ്ങനെ അവസാനിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത എപ്പിസോഡിലാണ് വിഷ്ണുവും ശാലിനിയും എല്ലാവരും കൂടി ആ കാറിൽ ഇങ്ങനെ സ്പിരിറ്റ് വന്ന വഴി യാത്ര പോകുന്നതും അവർക്ക് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക്